വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഈ ഡ്രസ്സൊക്കെ കൈ പിടിച്ചിരിക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് അറിയില്ലേ, ഇനി നമ്മളൊരു മീഷോ ഹോൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. കുറേ കാലത്തിന് ശേഷമായിരിക്കും നമ്മളൊരു മീഷോ ഹോൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് കുറച്ച് ഡ്രസ്സസ് ഉണ്ട്, കുർത്താസ് ഉണ്ട്, ഷോർട്ട് കുർത്ത ഉണ്ട്, ടോപ്പ് ഉണ്ട്, എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആയിട്ട് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് എല്ലാം ഒന്ന് കണ്ടാലോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നേ എന്നും പറയാറുള്ള പോലെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുമ്പോഴാണ് ഞാൻ ഇത് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഡ്രസ്സിലോട്ട് കിടക്കാം. ഫസ്റ്റ് ഡ്രസ്സ് എന്ന് പറയുന്നത് ഈ ഒരു ബ്ലാക്ക് ടോപ്പാട്ടോ. ഇത് വരുന്നത് ലൈക്ര മെറ്റീരിയൽ ആണ് വരുന്നത്. ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഞാൻ സൈഡിലായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. നെക്ക് വരുന്നത് ഹൈ നെക്ക് ആണ്, സ്ലീവ് ഫുൾ സ്ലീവ് ആട്ടോ വരുന്നത്. ഇത് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് എക്സ്ട്രാ സ്മോൾ ആണ്. എക്സ്ട്രാ സ്മോൾ തൊട്ടിട്ട് എക്സ്ട്രാ ലാർജ് വരെ അവൈലബിൾ ആട്ടോ. ഇതിന്റെ പല കളർ ഷെയ്ഡ്സും അവൈലബിൾ ഉണ്ട്. വൈറ്റ്, മെറൂൺ, ഓറഞ്ച് ഒക്കെ അവൈലബിൾ ആയിരുന്നു. ഇതൊരു 20K എബോവ് ആൾക്കാർ മേടിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഡ്രസ്സാണ്. പക്ഷെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്ന എക്സ്ട്രാ സ്മോൾ എനിക്ക് കുറച്ച് ചെസ്റ്റിന്റെ പോർഷൻ കൂടി ടൈറ്റ് ആണ്. സോ അപ്പോൾ അതുകൊണ്ട് മേ ബി ഞാനിത് എക്സ്ചേഞ്ച് ചെയ്യും അല്ലെങ്കിൽ റിട്ടേൺ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഡ്രസ്സ്. ഇത് ഇട്ടിട്ടുള്ളതിന്റെ പിക്ക് ഞാൻ സൈഡിലായിട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ നെക്സ്റ്റ് ഡ്രസ്സ് എന്ന് പറയുന്നത് ഒരു കോംബോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരു കുർത്തയാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 205 ആട്ടോ. ഇത് എക്സ്ട്രാ സ്മോൾ അവൈലബിൾ ആയിരുന്നില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ സ്മോൾ ആട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നു. സ്മോൾ തൊട്ടിട്ട് XXL വരെ അവൈലബിൾ ആണ്. അപ്പൊ ഇതാണ് ഫസ്റ്റത്തെ ഒരു ടോപ്പ് കേട്ടോ. ഒരു മസ്റ്റാർഡ് യെല്ലോ കളറാണ്, ക്രേപ്പ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിന് 3/4 സ്ലീവ്സ് ആണ് വന്നിട്ടുള്ളത്. പ്രിന്റഡ് ആയിട്ടുള്ള ഒരു കുർത്തയാണ്. ഇത് സ്മോൾ ആയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു കുറച്ചൊന്ന് ഷേപ്പ് ചെയ്യാൻ, പക്ഷെ എനിക്ക് അത്യാവശ്യം നല്ലോണം ഷേപ്പ് ചെയ്യേണ്ട വരും. അതുകൊണ്ട് തന്നെ ഇതും നമ്മളൊന്ന് എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ടാവും. നല്ല രസം കിട്ടും. നമുക്കൊരു ഡെയിലി വെയർ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പാണിത്. അതിന്റെ തന്നെ വേറൊരു കളർ ഷെയ്ഡ് ആട്ടോ. ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം. അതിന്റെ തന്നെ ഒരു പിങ്ക് ആൻഡ് റെഡിലോട്ട് വരുന്ന ഒരു ഡ്രസ്സാണിത്. സെയിം പാറ്റേൺ ഒക്കെ വന്നിട്ടുള്ള 3/4 സ്ലീവ്സ് ആണ്, റൗണ്ട് നെക്ക് ആണ് വന്നിട്ടുള്ളത്. ക്രേപ്പ് മെറ്റീരിയൽ ആണ് കേട്ടോ. ഇതും സ്മോൾ ആണ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് കുറച്ച് ലൂസ് ആണ്. നെക്സ്റ്റ് ഡ്രസ്സ് എന്ന് പറയുന്നത് ഇനിയുള്ളതെല്ലാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളാണ്. നമുക്കിനി അതൊക്കെ ഒന്ന് കാണാം. ഇനി നമ്മുടെ തേർഡ് പർച്ചേസ് എന്ന് പറയുന്നത് ഈ ഒരു നമ്മുടെ പിക്ക് കാണുന്ന ഒരു ഷോർട്ട് കുർത്ത കേട്ടോ. ഇത് ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്ന ഷോർട്ട് കുർത്തയാണ്. കാരണം നമ്മുടെ സൈസിലേക്ക് വരുമ്പോഴത്തേനും എക്സ്ട്രാ സ്മോൾ ആണ് എന്റെ സൈസ് വരുന്നത്. എക്സ്ട്രാ സ്മോൾ എനിക്ക് കുറച്ച് ലൂസാണ്. എന്നാൽ ആ സൈസിലോട്ട് വരുമ്പോൾ ഭയങ്കര അവൈലബിലിറ്റി കുറവായിരുന്നു. അങ്ങനെ ഞാൻ തപ്പിപ്പിടിച്ചെടുത്തതാണ് ഈ ഒരു ഷോർട്ട് കുർത്തി. പക്ഷേ ഇത് നമ്മൾ ഫോട്ടോയിൽ കാണുന്നതിനെക്കാട്ടി ഭംഗി നേരിട്ട് കാണുമ്പോഴുണ്ട് കേട്ടോ. ഇതാണ് ആ ഒരു ഷോർട്ട് കുർത്ത, ഒരു പിങ്ക് കളറുള്ള കേട്ടോ. ഈ ഒരു ഷോർട്ട് കുർത്തിക്ക് കളർ ഓപ്ഷൻസ് ഒന്നുമില്ല, ഈ ഒരു കളർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രിന്റഡ് ആയിട്ടുള്ള ഷോർട്ട് കുർത്ത കേട്ടോ. ഇതിന്റെ നെക്ക് പോർഷൻ എന്ന് പറയുന്നത് ഇവിടെ ചെറുതായിട്ടൊരു സീക്വൻസ് വർക്ക് വരുന്നുണ്ട്. ഈ ഒരു പോർഷനിലായിട്ട് ഇവിടെ ആയിട്ടൊരു വീനെക്ക് ടൈപ്പ് ഓഫ് ഒരു കട്ടിങ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ റൗണ്ട് നെക്ക് ആണ് ബേക്കിലും വരുന്നത്. 3/4 സ്ലീവ് ആണ് വരുന്നത്. നമ്മുടെ നെക്കിലുള്ള സെയിം ഡിസൈൻ തന്നെ സ്ലീവിലായിട്ടും വെച്ചിട്ടുണ്ട്. സീക്വൻസ് വർക്ക് സെയിം തന്നെ വന്നിട്ടുണ്ട്. റേറ്റ് വരുന്നത് 262 ആണ്. എക്സ്ട്രാ സ്മോൾ തൊട്ടിട്ട് എക്സ്ട്രാ ലാർജ് വരെ അവൈലബിൾ ആട്ടോ. ഇതൊരു 4.1 റേറ്റിംഗ് ഉണ്ടായിരുന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ. എല്ലാം നമ്മളിപ്പോൾ മേടിച്ചിട്ടുള്ള ഡ്രസ്സിന്റെ ഒക്കെ എല്ലാത്തിന്റെ റേറ്റ് വരുന്നത് 300 ബിലോയിലാട്ടോ. പക്ഷെ ഇത് നല്ലൊരു പ്രൊഡക്റ്റ് ആണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത്. ഇനി നമുക്ക് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് കാണിച്ചു തരാം. അത് വന്നിട്ടൊരു ഡ്രസ്സാണ്, ഫുൾ ഡ്രസ് ആട്ടോ. നമ്മുടെ ആങ്കിൾ ലെങ്ത് വരെ ലെങ്ത് ഉണ്ട് ഈ ഒരു. ഇതിന്റെ റേറ്റ് വരുന്നത് 299 ആണ്. പക്ഷെ ഇപ്പൊ കുറച്ച് കൂടിയിട്ടുണ്ട് കേട്ടോ. ഇത് എക്സ്ട്രാ സ്മോൾ തൊട്ടിട്ട് XXL വരെ അവൈലബിൾ ആണ് ഈ ഒരു ഡ്രസ്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നെക്കിന്റെ പോർഷനിലായിട്ട് എലാസ്റ്റിക് ആണ് വരുന്നത്. ആങ്കിൾ വരെ ലെങ്ത് ഉണ്ട്. അത്യാവശ്യം നല്ല ഫ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാട്ടോ ഇത്. ഒറ്റ ലെയർ ആയിട്ട് തന്നെയാണ് ഉള്ളത്. ലൈനിങ് ഇല്ല, പക്ഷെ എന്നാലും നെഴടിക്കുന്ന ടൈപ്പ് ഒന്നുമില്ല. ഷിഫോൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത്. നെക്ക് വന്നിട്ട് സ്ക്വയർ നെക്ക് ആട്ടോ വന്നിട്ടുള്ളത്. ഇങ്ങനത്തെ സ്ക്വയർ നെക്ക് ആണ് വന്നിട്ടുള്ളത്. സ്ലീവ്സ് ബലൂൺ സ്ലീവ്സ് ആണ് വന്നിട്ടുള്ളത്. ഇവിടെ നമ്മുടെ നെക്സ്റ്റ് പർച്ചേസ് എന്ന് പറയുന്നത് ഒരു ഷർട്ട് ആട്ടോ. ഇതിന്റെ റേറ്റ് വരുന്നത് 185 ആണ്. ഇത് ഞാൻ മീഡിയം ആയിട്ട് സൈസ് എടുത്തിട്ടുണ്ടായിരുന്നത്. എന്റെ ആ ഒരു തീരുമാനം വളരെ ശരിയായിരുന്നു. കാരണം ഈ ഒരു മീഡിയം തന്നെ എനിക്ക് അത്യാവശ്യം ടൈറ്റ് അല്ല, കറക്റ്റ് ഫിറ്റ് ആണ്. അപ്പൊ ഇത് കുറച്ച് ലൂസായിട്ട് കിടക്കുന്നതാണ് നല്ലത്. നമുക്കൊരു ഓവർകോട്ട് പോലെ ഇങ്ങനെ പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഷർട്ടാണ്. കോട്ടൺ ആട്ടോ മെറ്റീരിയൽ വന്നിട്ടുള്ളത്. ചെക്ക്ഡ് ആയിട്ടുള്ള ഷർട്ടാണ്. ഫുൾ സ്ലീവ്സ് ആണ് വന്നിട്ടുള്ളത്. സ്ലീവ് നമുക്കിത് അതേപോലെ മടക്കി വെക്കാം. ഇതിന്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ മടക്കി വെക്കാനുള്ള ഒരു വള്ളിയും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇത് സ്മോൾ തൊട്ടിട്ട് XXL വരെ അവൈലബിൾ ആട്ടോ. 3.9 റേറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു ഷർട്ടാണ്. പക്ഷെ കുറച്ച്
കട്ടി കുറവാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ 185 ഇത് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. നമ്മുടെ നെക്സ്റ്റ് പർച്ചേസും ഒരു ഷോർട്ട് കുർത്തയാണ്. ഈ ഒരു ബ്ലൂ കളർ ഷോർട്ട് കുർത്ത കേട്ടോ. ഇത് നമ്മുടെ ആ പിങ്കിന്റെ അത്രയും ലെങ്ത് ഇതിനില്ല, കറക്റ്റ് ഫിറ്റ് ആട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഈ ഒരു ഡ്രസ്സ്. സെയിം നെക്കാണ് ഇതിനും വരുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ബാക്കിൽ റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത്. സ്ലീവ് 3/4 സ്ലീവ് ആണ്. ഇതിൽ വേറെ സ്വീക്കൻസ് വർക്കോ അങ്ങനത്തെ ഒന്നുമില്ല, പ്ലെയിൻ ആയിട്ടുള്ളതാണ്. ഒരു വൈറ്റ് കളറിൽ പ്രിന്റ് വരുന്നുണ്ട് കേട്ടോ. ഇതിന്റെ റേറ്റ് വരുന്നത് 297 ആണ്. എക്സ്ട്രാ സ്മോൾ തൊട്ടിട്ട് XXL വരെ അവൈലബിൾ ആട്ടോ. ഇത് വിസ്കസ് റയോൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത്. പിന്നെ എനിക്ക് ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കളർ ഇളകുന്ന ടൈപ്പാണെന്ന് തോന്നുന്നു കേട്ടോ. കുറച്ച് നരച്ചു പോകുന്ന ടൈപ്പ് ഓഫ് ഒരു ഇതാണ്. വാഷിംഗ് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ റിവ്യൂ പോലെ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്ന കേട്ടോ. ഇതിന്റെ എല്ലാ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും. ആർക്കെങ്കിലും താല്പര്യമുള്ളവരാണെങ്കിൽ അത് ചെക്ക് ചെയ്തിട്ട് വാങ്ങിക്കാവുന്ന കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റത്തെ ഡ്രസ്സാണ്. ഇതൊരു കോട്ടൺ കുർത്തയാട്ടോ നമ്മൾ മേടിച്ചിട്ടുള്ളത്. ഇതൊരു സ്കൈ ബ്ലൂ കളറിലുള്ള അടിപൊളി ഒരു കുർത്തയാണ്. ഇതിന്റെ ഫിറ്റിങ്ങിൽ എനിക്കൊരു ചെറിയൊരു ഇതുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചെസ്റ്റ് പോർഷൻ എനിക്ക് കുറച്ച് ലൂസും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വേസ്റ്റിന്റെ ഭാഗത്തോട്ട് ഇച്ചിരി ടൈറ്റുമാണ്. പക്ഷെ കുഴപ്പമൊന്നുമില്ല, നമുക്കൊരു കറക്റ്റ് ഒരു പാഡഡ് ആയിട്ടുള്ള ബ്രാ ഇട്ട് കഴിഞ്ഞാൽ ഇത് സെറ്റ് ആകുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ കൈയിന്റെ ഭാഗത്ത് കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ നമുക്ക് ഇങ്ങനത്തെ ഒരു കെട്ടാണ് വരുന്നത്. എന്നിട്ട് നമുക്ക് അടിപൊളി ഈ ഒരു കെട്ടിലാണ് ഞാൻ വീണത് ആക്ച്വലി. ഇതിന്റെ സ്ലിറ്റ് കുറച്ച് താഴത്തോട്ടാട്ടോ. അതിലൊരു ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടെങ്കിലും ആ ഒരു 271 ആണ് റേറ്റ് വരുന്നത്. എക്സ്ട്രാ സ്മോൾ തൊട്ടിട്ട് XXL വരെ അവൈലബിൾ ആണ്. പിന്നെ ഇത് കോട്ടൺ ആട്ടോ. അപ്പം ഈ ഒരു റേറ്റിന് ഈ ഒരു ഡ്രസ്സ് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളത് തന്നെയാണ്. മൊത്തം നമുക്കൊരു 7-8 പ്രൊഡക്റ്റുകൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് 2 ഞാൻ റിട്ടേണോ അല്ലെങ്കിൽ എക്സ്ചേഞ്ചോ ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം നമുക്ക് വലിയ യൂസ് ഇല്ല, സൈസ് വലിയ പ്രശ്നമായതുകൊണ്ട്. ഒന്ന് എനിക്ക് ടൈറ്റും ആണ്, ഒന്ന് എനിക്ക് ലൂസും ആണ്. സോ അത് ഞാൻ എക്സ്ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഡ്രസ്സുകളൊക്കെ ഇത്രയായിട്ടുണ്ടായിരുന്നു. കുറെ കാലത്തിന് ശേഷമാണ് നമ്മൾ ഡ്രസ്സ് ഹോൾ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ കാണുന്നവരെ